പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പ്രിയപ്പെട്ട ഈ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും മരിച്ചുപോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ മുഴുവനായിട്ടും ഞങ്ങളുടെ കരങ്ങൾക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ബലിയുടെ യോഗ്യതയാൽ എല്ലാ പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും മരണത്തിൻ്റെയും കടങ്ങളുടെയും അതിലൂടെയൊക്കെ സാത്താൻ ലഭിച്ച എല്ലാ നിയമപരമായ അവകാശങ്ങളുടെയും അവസാനത്തിനു വേണ്ടിയും അതോടൊപ്പം തന്നെ ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ അധികാരത്തിൻ്റെയും ഉടയവനായ അങ്ങയുടെ നാമത്തിന് ശക്തിയാലും അങ്ങയുടെ ബലിയുടെ യോഗ്യതയാലും ദിവ്യകാരുണ്യത്തിന് ശക്തിയാലും ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കുടുംബങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, വിടുവിക്കണമേ. സാത്താന്റെ എല്ലാ ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറച്ച് പരിശുദ്ധാത്മാവല്ലാത്ത മറ്റൊരാത്മാവിനെയും ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ മക്കളില്, ഞങ്ങളുടെ ജീവിതത്തില് അധികാരപ്പെടുത്താൻ അനുവദിക്കാത്ത വിധം അതിശക്തമായിട്ട് അങ്ങ് ഇടപെടണമേ. കർത്താവ്യ മക്കളുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിക്കുന്നു, ഇവരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു, ഈ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഇവരുടെ മക്കളെ സമർപ്പിക്കുന്നു. വേദന തടസ്സപ്പെട്ട് കിടക്കുന്ന മേഖലകൾ, ഒത്തിരി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മേഖലകൾ വീട് നാമത്തിൽ അഴിയപ്പെടട്ടെ. അടഞ്ഞു പോയ വാതിലുകൾ തുറക്കപ്പെടട്ടെ. നാശം കടന്നു വരുന്ന വാതിലുകൾ അടയ്ക്കപ്പെടട്ടെ. കർത്താവിന്റെ ശക്തി ഈ മക്കളിൽ പ്രകടമാകട്ടെ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ തലമുറയെയും നമ്മുടെ വ്യക്തി ജീവിതങ്ങളെയും നമ്മുടെ മക്കളെയും ഒക്കെ ഒത്തിരി വിടുവിച്ചെടുക്കുന്ന ശക്തമായ ശുശ്രൂഷയിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വലിയൊരു മേഖല കടങ്ങളുടെ മേഖലയാണ്. നമുക്കറിയാം, വിശുദ്ധ കുർബാനയിൽ ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ പ്രാർത്ഥന നിയോഗമാണ് കടങ്ങളുടെ പൊറുതി, പാപത്തിന്റെ മോചനം. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് തന്റെ മക്കളായ നമ്മോട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കടങ്ങൾ എന്ന് പറയുമ്പോൾ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ, ചെയ്യാത്തതിന്റെ കടങ്ങൾ. ഇനി രണ്ടാമത്തെ കടം, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്റെ കടം. നമ്മളിത് പലവട്ടം ഇടയ്ക്കൊക്കെ ധ്യാനത്തിലും ശുശ്രൂഷകളിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്കറിയാം, കർത്താവിന്റെ വചനം, കർത്താവിന്റെ കൽപ്പന കുറെ കാര്യങ്ങൾ ചെയ്യാനും ചെയ്യാതിരിക്കാനും നമ്മൾ പറയുന്നുണ്ട്. അതനുസരിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ കടങ്ങൾ കടന്നു വരും. ഓരോ ദിവസവും നൂറുകണക്കിന് വചനങ്ങൾ ലംഘിക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ നോക്കുമ്പോ നമ്മുടെ കുടുംബത്തേക്ക് നോക്കി, നമ്മുടെ കുടുംബം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൂർവികര്, നമ്മുടെ മക്കള്, ജീവിത പങ്കാളി, സഹോദരങ്ങള്, മരുമക്കള്, പേരക്കിടാങ്ങള്, അമ്മായിപ്പൻ, അമ്മായിമ്മ, അപ്പന്റെ കൈവഴി, അമ്മയുടെ കൈവഴി, എല്ലാത്തിലും ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ പോയതിന്റെ കടങ്ങളൊക്കെ ചിന്തിച്ചാൽ, ഇനി ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്റെ കടങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ കുമിഞ്ഞു കിടക്കുന്ന വലിയ ഒരു കൂമ്പാരം പോലെ നോക്കിയാൽ നോട്ടമെത്താത്ത വിധത്തിലുള്ള കടങ്ങളുടെ കുമിഞ്ഞുകിടക്കലുണ്ട്. അതുകൊണ്ട് ഈ കടങ്ങളുടെ പൊറുതിക്ക് വേണ്ടി, പാപത്തിന്റെ മോചനത്തിന് വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി അർപ്പിച്ച ബലി നമ്മൾ സ്വന്തമാക്കി എടുത്ത് ദൈവ കരുണ, നിലയില്ലാത്ത കടല് പോലുള്ള മഹാകരുണയിലേക്ക് ഈ കടങ്ങളുടെ കൂമ്പാരത്തെ ഇറക്കിക്കൊണ്ട് ആ കടങ്ങളെ നമ്മൾ വീട്ടിയെടുക്കണം. നമുക്കറിയാം, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെ കടങ്ങൾ. ദൈവ ആരാധന, ദൈവത്തിന് ഒന്നാം സ്ഥാനം, അന്യദൈവത്തെ ആരാധിക്കരുത്, കർത്താവിന് ദിവസം സാബത്ത്, കർത്താവിന് നാമം, മാമോദീസ, ഉദാശകൾ, ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇന്ന് അതിന് വിരുദ്ധമായിട്ട് ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, ഈ ഹലാല് ഭക്ഷണം, വിഗ്രഹാർപ്പിത ഭക്ഷണം, അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ. പിന്നെ ദേവാലയങ്ങൾ, ദൈവത്തിനല്ലാതെ ഒന്നാം സ്ഥാനം കൊടുക്കാൻ പാടാത്ത സ്ഥലങ്ങളിൽ വേണ്ടാത്ത അസുരവാദ്യങ്ങളും ലോകാരൂപിയുടെ ഡാൻസും കൂത്തും ആഘോഷങ്ങളും ഒക്കെ വിളിച്ചു വരുത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, ഒന്നാം പ്രമാണ ലംഘനം ചെയ്യരുത്. കർത്താവ് ഈ ആരാധനയുടെ കാര്യത്തിലും ദൈവത്തിന്റെ കാര്യത്തിലൊക്കെ
വലിയൊരു അസഹിഷ്ണുത കാണിക്കുന്ന ദൈവമാണ്. പലവട്ടം പറഞ്ഞിട്ടുണ്ട്, മറ്റൊരു ദൈവം ഉണ്ടാക്കരുത്, മറ്റൊരു ആരാധന വിളിച്ചു വരുത്തരുത്. ദൈവത്തിന് നിർബന്ധമുണ്ട്, അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ദൈവത്തെ ആരാധിക്കണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, ദൈവാരാധനയ്ക്ക് യാതൊരു പ്രാധാന്യമില്ലാത്ത അവസ്ഥയിലേക്ക് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമായി, കുറെ കാട്ടിക്കൂട്ടലുകൾ. അതുകൊണ്ട് സഭാപ്രസംഗ പുസ്തകത്തില് 12-ാം അധ്യായത്തിന്റെ 13-ാം വചനം 2 കാര്യം പറഞ്ഞത്: ദൈവ ഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യന്റെ മുഴുവൻ കർത്തവ്യവും ഇതാണ്. ദൈവഭയം, ദൈവകൽപ്പന പാലിക്കണം, ദൈവത്തോട് ചേർന്ന് ജീവിക്കണം, ഉദാസകൾ സ്വീകരിക്കണം, സാപത്ത് ആചരിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഇന്ന് അതിലൊക്കെ നമ്മുടെ കുടുംബവൃക്ഷത്തിൽ വന്ന വീഴ്ചകൾ, നമുക്ക് അതിലൂടെ ലഭിക്കാമായിരുന്ന കൃപ കിട്ടാതെ പോയത്, ആഴമായ ബന്ധത്തിൽ വളരാൻ പറ്റാതെ പോയത്, ഇതൊക്കെ നമ്മെ സംബന്ധിച്ച്, നമ്മുടെ കുടുംബങ്ങളെ സംബന്ധിച്ച്, പ്രിയപ്പെട്ട മക്കളെ, വലിയൊരു കടമാണ്. മാതാപിതാക്കളെ ബഹുമാനി, നിങ്ങൾ ചിന്തിച്ചോ? ഒത്തിരിയേറെ ഉണ്ട്. മാതാപിതാക്കളെ ബഹുമാനിക്കണം, ചെയ്യാൻ പറഞ്ഞു, ചെയ്തില്ല, അവരെ വേദനിപ്പിച്ചു, അവരനുസരിച്ചില്ല, അവരെ കണ്ണീര് വീഴ്ത്തി, ആ മക്കളുടെ നെടുവീർപ്പ്, ശാപങ്ങൾ, ഒത്തിരിയേറെ എന്താ പറയുക, പ്രാഗലുകളൊക്കെ വീഴുന്ന രീതിയിൽ അവരുടെ പെരുമാറി. മരുന്ന് മേടിച്ചു കൊടുക്കാതെ, അവരെ കെയർ ചെയ്യാതെ, അങ്ങനെ പല രീതിയിൽ മാതാപിതാക്കളെ ബഹുമാനിക്കാൻ പറഞ്ഞു, ചെയ്തില്ല. ഇനി കൊല്ലരുത്. ഇന്നലെ കണ്ടു നമ്മള് കൊലപാതകത്തിന്റെ മേഖല, ആത്മഹത്യ, സഹോദര ബന്ധത്തിൽ വെറുപ്പ്, വാശി, വഴക്ക്, അസൂയ, എതിർ പ്രാർത്ഥനകള്, കുടുംബത്തിനെതിരെ പോലും അഭിചാര ക്രിയകള്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, കൊന്നുകളയുന്ന, നശിപ്പിക്കുന്ന പ്രവൃത്തികൾ, വിവാഹമോചനം ചെയ്യാൻ പാടില്ല, ഗർഭചിത്രം, അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തില്ല. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ വന്നു കിടക്കുന്ന കടങ്ങളെ അറിയണം. ഇനി ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിൻ്റെ കടം ഒത്തിരിയേറെയുണ്ട്. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യന്റെ വസ്തു മോഹിക്കരുത്, ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്തു വെച്ചു. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഒത്തിരിയുണ്ട്. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിലൊക്കെ കിടക്കുന്ന, നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോകുന്ന ഒരു കടമുണ്ട്. എന്നറിയോ? ഉൽപ്പത്തി 1:28 ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു: സന്താന പുഷ്ടിയുള്ളവരായിട്ട് പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴ്പ്പെടുത്തുവിൻ. അത് ഇതിൽ പോയി നമുക്കറിയാം. ഇതിന് തന്നെ ജെറമ്യ 29:6 പറഞ്ഞുണ്ട്: നിങ്ങൾ വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കുവിൻ, നിങ്ങളുടെ പുത്രിപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്ക് മക്കളുണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, സംഖ്യ കുറഞ്ഞു പോകരുത്. ഇന്ന് മക്കള് ഇല്ല, അനേക മക്കൾക്ക് വിവാഹമേ വേണ്ട. എന്റെ മക്കളെ, നമ്മുടെ ഇഷ്ടം പോലും ജീവിക്കാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ ദൈവത്തിന്റെ മക്കളാ, ദൈവത്തിന്റെ കരവേലകളാ. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇതാണ് വഴി, ഇതിലെ പോകണം, ഇതനുസരിക്കണം, തിന്നരുത്. ആദ്യ മാതാപിതാക്കൾ തിന്നു, ഇങ്ങനെ പറയാറുണ്ട്. തിന്നാൻ പറഞ്ഞ കാര്യം തിന്നുകയുമില്ല, തിന്നരുതെന്ന് പറഞ്ഞ കാര്യം തിന്നുകയും ചെയ്യും. ദൈവം തിന്നരുത്, അത് തിന്നു. തിന്നാൻ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഇതെന്റെ ശരീരമാണ്, മക്കളെ വാങ്ങി ഭക്ഷിക്ക്, പാനം ചെയ്യ്, ജീവനുണ്ടാകും. ഞാനിവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോ ഈ കുദാശ വചനങ്ങൾ ഉരുവിടുമ്പോ ഇതെന്റെ മനസ്സിലേക്ക് വരും. ഇവിടെ മുഴുവൻ ക്രിസ്ത്യൻസ് ആണ്, ഒത്തിരിയേറെ ക്രിസ്ത്യൻ ഫാമിലീസ് ഉണ്ട്, അനേക മക്കൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈശോ എല്ലാവരോടും പറയാ, ലോകത്തോട് പറയാ, മക്കളെ ഇതെന്റെ ശരീരമാണ്, മക്കളെ വാങ്ങി ഭക്ഷിക്ക്, പാനം ചെയ്യ്, നിങ്ങൾ ചെയ്യ്, ജീവനുണ്ടാകും. ഇല്ലെങ്കിൽ ജീവനുണ്ടാകത്തില്ല. ജീവന് വേണ്ടി ഈശോ അതുപോലെ തന്നിട്ട് അത് ഭക്ഷിക്കാനോ അത് പാനം ചെയ്യാനോ ആരുണ്ട് മക്കളെ? ഇന്ന് പിശാചിന്റെ വലിയൊരു തന്ത്രം നമുക്കറിയാം. ഒന്ന്, ദൈവത്തെ അറിയരുത്. 2, അറിഞ്ഞാൽ ആ ദൈവത്തെ അനുഭവിച്ച് സ്വീകരിച്ച് ദൈവം പറഞ്ഞനുസരിച്ച് ജീവിക്കരുതെന്ന് പിശാചിന് നിർബന്ധമാണ്. അതുകൊണ്ട് കുദാശയില്ല. ഞാൻ എപ്പോഴും ഓർക്കും, വിശുദ്ധ കുർബാനയിലൂടെ ഈശോയെ സ്വീകരിച്ച് നമ്മുടെ കുർബാന സ്വീകരിച്ച എല്ലാ മക്കളും എല്ലാ ദിവസവും ആ ഈശോ ബന്ധത്തിലും ഈശോയെ സ്വീകരിച്ച ചെറുപ്പത്തിൽ മോഷ്ടിച്ചു. ഇന്ന് ആ കടം മൂത്ത് 50 ലക്ഷം രൂപ കടമുണ്ട്. ചെറുപ്പത്തിൽ പരീക്ഷ ചെയ്തപ്പോ ഒരു 1 വേർഡ് കോപ്പി അടിച്ചു. ഇന്ന് OET പാസ്സാകാണ്ട്
കട്ടപ്പെട്ട് നടക്കുക. ഒരു വൺ വേഡ് കോപ്പി അടിച്ചതാ. മക്കളെ, നമ്മൾ ചെയ്യുന്ന ഓരോ അനുസരണക്കേടിനും ഓരോ പാപത്തിനും ഒരു കടമുണ്ട്. ആ കടം പലിശ കൂടി കൂടി ഇന്ന് നമ്മൾ നോക്കിക്കോ, നമ്മുടെ സാമ്പത്തിക ബാധ്യത, കടബാധ്യത, ജപ്തി, അല്ലെങ്കിൽ പല മേഖലകളിൽ ഇപ്പൊ കാശ് കിട്ടി, മദ്യപിച്ച് അടിച്ച് പൊളിച്ച് ജീവിച്ചു, അല്ലെങ്കിൽ കുറെ ഭക്ഷണം വാങ്ങിച്ച് ലാവിഷായിട്ട് ദൈവത്തെ മറന്ന് കാശുള്ളപ്പങ്ങൾ ജീവിച്ചു. അതിനുവേണ്ടി പലിശ വാങ്ങിച്ചു, കൈക്കൂലി വാങ്ങിച്ചു, കള്ളു വിറ്റ് കാശുണ്ടാക്കി, ചതിച്ച് സമ്പത്തുണ്ടാക്കി. അതൊക്കെ കടവാ. ആ കടം കൂടി 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 ഇന്ന് പലർക്കും ജപ്തിയായി, കടബാധിതയായി, മുന്നോട്ട് പോകാൻ പറ്റണില്ല, ജോലി കിട്ടണില്ല. ഇങ്ങനെയൊക്കെ നോക്കുമ്പോ മക്കളെ, നമ്മുടെ കുടുംബവൃക്ഷത്തില്, നമ്മുടെ പാരമ്പര്യത്തില്, നമ്മുടെ പൂർവികരായിട്ടോ നമ്മുടെ കഴിഞ്ഞകാല ജീവിതമായിട്ടോ നമ്മുടെ മക്കളായിട്ടോ ബന്ധപ്പെട്ട് കടന്നു വന്ന, ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിന്റെയും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്റെയും കടങ്ങൾ ഒത്തിരി കിടക്കുന്നുണ്ട്. ഇനി നിങ്ങൾ സമയം കിട്ടുമ്പോൾ അച്ഛനടയ്ക്ക് പറയാറുണ്ട്, സമയം കിട്ടുമ്പോൾ ദിവ്യകാരണത്തിന് മുമ്പിൽ പോയിരുന്ന് ഈ രണ്ട് കാര്യങ്ങൾ വെച്ച്, ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ വചനം, ഇതൊക്കെ വെച്ച് നമ്മുടെ വ്യക്തി ജീവിതത്തിലെ കടങ്ങള്, കുടുംബത്തിലെ കടങ്ങള്, പൂർവികരുമായി ബന്ധപ്പെട്ട കടങ്ങള് ഇതുണ്ട് കണ്ടുപിടിക്കാം. ഇനി ഇല്ലെങ്കിലും നമ്മൾക്ക് ഒത്തിരി ഉണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ ആ മേഖലയെ സമർപ്പിച്ച് അതിലൂടെ പിശാചിന് ലഭിച്ച അവകാശങ്ങളുണ്ട്, അവന് കിട്ടിയ ആധിപത്യമുണ്ട്. ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി കടങ്ങളുടെ പൂർത്തിക്കായിട്ട് പ്രിയപ്പെട്ട മക്കളെ പ്രാർത്ഥിക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും പാപങ്ങളോ കുറവുകളോ നമ്മുടെ വ്യക്തി ജീവിതത്തിലോ നമ്മുടെ കുടുംബത്തിലോ മരിച്ചുപോയവരോട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ച് നമുക്ക് ഒരുമിച്ച് ബലിയർപ്പിച്ചൊക്കെ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ തിരുരക്തത്തിന്റെ ജപമാല നമ്മുടെ യൂട്യൂബിലുണ്ട്. അതൊക്കെ വീട്ടിലൊക്കെ വെച്ച് ഈശോയുടെ ഏറ്റവും വലിയ തിരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്നൊക്കെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ ഇടപെടല്, കർത്താവിന്റെ വലിയ കരുണ, കർത്താവിന്റെ ശക്തമായ ശക്തി നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും ഈശോ ഈ കുരിശുമരണത്തിലൂടെ പ്രകടമാക്കിയിട്ടുണ്ട്. അത് അവകാശപ്പെട്ട് സ്വന്തമാക്കി ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാനും ചില കാര്യങ്ങൾ ശക്തീകരിച്ചെടുക്കാനും ജീവനിലേക്ക് കൊണ്ടുവരാനൊക്കെ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ രണ്ടാം ശനിയിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ അടുത്ത ധ്യാനം 14, 15, 16 തീയതികളിലാണ്. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. ഇപ്പോൾ തന്നെ ബുക്കിംഗ് ഓൾറെഡി തുടങ്ങി. സാധിക്കുന്ന മക്കൾക്ക് പങ്കെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ ധ്യാനം വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങും, ഞായറാഴ്ച വൈകിട്ട് തീരും. അതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് നമ്മൾ ഒരുങ്ങി വരണം. അന്ന് ശക്തമായ വചന ശുശ്രൂഷയും ആരാധനയും പാപപരിഹാര ബലി, കുടുംബവൃക്ഷത്തിന്റെ സൗഖ്യത്തിനായുള്ള ബലി, സഭയുടെ ഔദ്യോഗികമായ ബഹിഷ്കരണ പ്രാർത്ഥന, ശക്തമായ അനുഭവമാണ് ഇവിടെ വന്നു പോകുന്ന എല്ലാ മക്കൾക്കും കർത്താവ് ഇവിടെ ഒരുക്കി കൊടുക്കുന്നത്. അതുകൊണ്ട് മക്കളെ, ശക്തമായ അഭിഷേകത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ വചനമൊക്കെ കേട്ട് അതനുസരിച്ച് വന്ന് ശുശ്രൂഷകളിൽ, ഉദാശകളിൽ കർത്താവിന്റെ ശക്തി സ്വന്തമാക്കി എടുക്കാൻ നമുക്കിടയാകട്ടെ. ഇവിടെ അപ്പം തന്നെ ചെറിയൊരു റിക്വസ്റ്റ് ഉള്ളത്, ഇത് നമ്മുടെ ഇപ്പൊ ധ്യാനത്തിനൊക്കെ 100-ലേറെ പേര്, നമുക്ക് 100 പേരൊക്കെയാണ് പെരുമാറിയാണെന്നിൽ 100-ലേറെ പേര് ധ്യാനത്തിൽ വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ ഈ കുക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ ആശ്രമത്തിലെ ചെറിയൊരു കിച്ചണിലാണ്. അപ്പം നമ്മളൊരു ചെറിയൊരു കിച്ചണൊക്കെ പണിയാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ആർക്കെങ്കിലുമൊക്കെ നിങ്ങളുടെ ചെറിയ സഹായങ്ങളൊക്കെ തരാനോട്ട് മനസ്സൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് ഒന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തത് നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഈ ആലയത്തിൽ ശുശ്രൂഷകളൊക്കെ അനേകം പേരുടെ സഹായം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രോത്സാഹനം കൊണ്ടൊക്കെയാണ് പോകണം. അതെല്ലാം അങ്ങനെയാണ്, അറിയാലോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പിന്നെ നമ്മുടെ ദിവ്യകാരുണ്യ യാത്രകളൊക്കെ അത് ശക്തമായിട്ട് പോകുന്നു. അനേകം ഇടങ്ങളിലേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം ഓർക്കുക, സത്യദൈവത്തെ ആരാധിക്കാത്ത ഇടങ്ങളിൽ മറ്റാരാധനകൾ കടന്നു വരും. അത് പ്രകടമാണ്. പിശാച് പാപത്തിലൂടെ, അവന്റെ ആരാധനയിലൂടെ, അവനുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തിയിലൂടെ ഓരോ സ്ഥലങ്ങള്, കുടുംബങ്ങള്, ദേശങ്ങൾ പിടിച്ചെടുക്കുമ്പോ അവിടെ സത്യദൈവത്തെ ആരാധിച്ച് 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 നമ്മൾ ആ ശക്തിയെ നശിപ്പിക്കണം. അതിനു വേണ്ടിയുള്ള ശുശ്രൂഷകളൊക്കെ ഇത് ശക്തമായിട്ട് പോകുന്നുണ്ട്. ശനിയാഴ്ച നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ആരാധനയും വിശുദ്ധ കുർബാനയും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഇത് ശക്തമായി നടത്തി നമ്മുടെ കുടുംബങ്ങളെ എല്ലാം ഈ കാർമലിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക, കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും ദിവ്യകാരുണ്യ യാത്രകളും ആരാധനകളും
അതിശക്തമായിട്ട് സാത്താന്റെ ആധിപത്യങ്ങളെ തകർത്തെറിയുന്ന മഹനീയ ശുശ്രൂഷകളായിട്ട് മാറണം. ഇവിടുത്തെ നിത്യാരാധനയിലും അനുദിന വിശുദ്ധ കുർബാനയിലൊക്കെ അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. അതോടൊപ്പം തന്നെ കർമ്മധ്യാന കേന്ദ്രത്തില് ശുശ്രൂഷ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ദിവ്യാന യാത്രയ്ക്ക് കൂടെ പോരാനോ മനസ്സുള്ള മക്കള് അച്ഛനെ കോണ്ടാക്ട് ചെയ്യുക. അച്ഛൻ്റെ നമ്പറാണ് അവസാനിക്കുന്ന 18133. അച്ഛൻ്റെ പേഴ്സണൽ നമ്പറാണ്. വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് വിടാം. അച്ഛൻ്റെ കൂടെ ഒത്തിരിയേറെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ഞങ്ങളുടെ പാപങ്ങളും പാപത്തിന്റെ കടങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് അതിദാരുണമായ പീഡാസഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത് മുറിവേറ്റ് രക്തം ചിന്തി പരിഹസിക്കപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് പലവട്ടം കുരിശുമായിട്ട് നിലത്ത് വീണ് കർത്താവെ മുൾമുടിയാൽ തറയ്ക്കപ്പെട്ട് ചമ്മട്ടികളെ അടിക്കപ്പെട്ട് അങ്ങ് ഈ പീഡാസഹനങ്ങൾ ഏറ്റെടുത്തത് ഈ ദിവ്യകാരുണ്യമായിട്ട് മാറിയത്. ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തിന് ഒത്തിരി കടങ്ങളുണ്ട്, ഞങ്ങൾ കണ്ടു. അതെല്ലാം അങ്ങേ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, മക്കളുടെ കുടുംബത്തില് പാരമ്പര്യത്തില് അങ്ങ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാത്തതിൻ്റെയും ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിൻ്റെയും ഒത്തിരിയേറെ കടങ്ങൾ കുമിഞ്ഞു കിടക്കുന്നുണ്ട്. അതിലൂടെ ദൈവികമായ കൃപ നഷ്ടപ്പെട്ട് ദൈവിക ജീവൻ നഷ്ടപ്പെട്ട് ഈശോയെ അങ്ങേ തന്നെ നഷ്ടപ്പെട്ട് ഏറ്റവും വലിയ കടബാധ്യത ഞങ്ങൾ പേറിക്കൊണ്ടാണ് ജീവിക്കുന്നത്. കർത്താവെ, കടങ്ങളുടെ മേഖലയിൽ അങ്ങ് കുരിശിൽ കിടന്ന് പറയുന്നുണ്ടല്ലോ, എല്ലാം പൂർത്തിയായിരിക്കുന്നു മക്കളെ. എല്ലാ കടങ്ങളും വീട്ടി എല്ലാ ശാപങ്ങളും നീക്കി അതിന്റെ ബാധ്യതകളും അതിലൂടെ കൊളോസോസ് 2:14-15 നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവന് മായ്ച്ചുകളെയും അവ കുറിച്ച് തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയമാഘോഷിച്ചുകൊണ്ട് അവയെല്ലാം പരസ്യമായിട്ട് അവഗണന മാത്രമാക്കിയ ഈശോയെ, ഈ മക്കളുടെ ജീവിതത്തെ ഈ വലിയൊരു വിമോചനത്തിലേക്ക്, ഈ വലിയ വിടുതലിലേക്ക്, അതിലൂടെ വിജയത്തിലേക്ക് നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകളെല്ലാം അഴിയട്ടെ, ബന്ധനങ്ങളെല്ലാം തകരട്ടെ. കർത്താവെ, ഇവരുടെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. സാമ്പത്തിക തകർച്ചകളെ, ജപ്തിയുടെ അവസ്ഥയിൽ വേദനിക്കുന്ന മക്കള്, കടബാധ്യതയാൽ നീറുന്ന മക്കള്, പരീക്ഷ തോറ്റിയെടുക്കുന്ന മക്കള്, അതുമായിട്ട് ബന്ധപ്പെട്ട കടങ്ങള് സ്വയമെല്ലാം ഏറ്റെടുക്കണമേ. ബാധ്യതകളെ ഏറ്റെടുക്കണമേ. അതിൻ്റെ മേലുള്ള പൈശാചിക അവകാശങ്ങളെ, അധികാരങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ദിവ്യകാരുണ്യ ഈശോയെ, ഈ ആശീർവാദത്തിലൂടെ അങ്ങയുടെ എല്ലാ മക്കളുടെ മേലും അങ്ങയുടെ വലിയ കരുണ ചൊരിയണമേ. അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. കുരിശുമരണത്തിന്റെ ശക്തി പാപത്തെ, ശാപത്തെ, മരണത്തെ, കടങ്ങളെ എല്ലാം വീട്ടിക്കൊണ്ട് സാത്താൻ അതിലൂടെ ലഭിച്ച ആധിപത്യങ്ങളെ, അധികാരങ്ങളെ അവസാനിപ്പിച്ച ആ വലിയ ശക്തി ഇപ്പോൾ ഈ മക്കളിലും കുടുംബത്തിലും ജീവിത മേഖലകളില്, പ്രത്യേകിച്ചും സാമ്പത്തിക മേഖലയിലും പഠന മേഖലകളിലും ജോലി മേഖലകളിലും ഉപജീവന മാർഗങ്ങളിലും കർത്താവിന്റെ ശക്തി വിടുതലായി, സൗഖ്യമായി, സമൃദ്ധിയായി, വിമോചനമായി, ജീവന സമൃദ്ധിയായി വ്യാപരിക്കട്ടെ. കരങ്ങൾ ഉയർത്തി ആശീർവാദത്തിലൂടെ ഈ കൃപകളൊക്കെ സ്വീകരിച്ച മക്കളെ, ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.